നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ എന്ന ഒരു അനുഭവിയും പുറത്തുള്ളത് എൻ്റെ അനുഭവവുമായിട്ട് മാറുന്നു. ഈ അനുഭവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഡേറ്റകളെ ഉള്ളിൽ മനനം ചെയ്ത് അത് തമ്മിൽ വലിയ റിയാക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് അനുഭവം എന്ന് പറയുന്നത്. ഒരു വസ്തു കാണുന്നത് ഒരു അനുഭവമാകില്ല. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറുന്നത്, മറിച്ച് അനുഭവം തുടർച്ചയായിട്ടുള്ള ഒരു സാധനമാണ് അനുഭവം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതൊരു സ്ട്രക്ചറാണ്. കാണുന്ന സ്ട്രക്ചർ അത് അനുഭവമാണെങ്കിൽ അതിനകത്ത് ഒരു ചലനം വരണം. ചലനം വരുന്നത് എങ്ങനെയാണ്? ചലനം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. മാറ്റം വരുമ്പോഴാണ് അത് ചലനമായിട്ട് നമുക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് സിനിമ കാണുമ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ മൊബൈലിൽ കാണുന്നതുമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും മനസ്സിലാക്കില്ല. നമ്മൾ പഴയ തിയേറ്ററിൽ ചെന്ന് കാണുന്ന ഫിലിം ഉപയോഗിച്ച് കാണുന്ന സിനിമകളെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നുവെച്ചാൽ ഫിലിമില് ഒരു റോള് ഫിലിം, അതിനകത്ത് കുറേ ചിത്രങ്ങൾ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്നത് പോലെയാണ്. ഒരു റോൾ പണ്ട് നമ്മൾ ക്യാമറകളിൽ ഫിറ്റ് ചെയ്യാൻ 36 സ്നാപ്സ് ഉള്ള ആ റോളാണ് കിട്ടുക. അതുപോലെ ഇവിടെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ റോളായിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നതാണ് സിനിമയുടെ ആ ഫിലിം. അത് ഒരു 32 വെച്ച് ഒരു സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കണ്ണിന്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ പറ്റുന്നത്. മൂവിയായിട്ട് ഒരു ചലച്ചിത്രം പോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിന്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതൊരു കഴിവാണോ എന്ന് ചോദിച്ചാൽ കഴിവല്ല, കഴിവ് കേടാണ്. എന്താണ്? ഒരു വസ്തുവിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആ കണ്ണ് ആ വസ്തുവിൽ നിന്ന് മാറ്റിയാലും 1/10 സെക്കൻഡ് നേരത്തേക്ക് ആ വസ്തു നമ്മളുടെ ബ്രെയിനിലുണ്ടായിരിക്കും. അത് പെട്ടെന്ന് മാറാൻ പറ്റില്ല. 1/10 സെക്കൻഡ് അവിടെ റീറ്റെയിൻ ചെയ്യും അതേ കാഴ്ച തന്നെ. പക്ഷെ കണ്ണവിടുന്ന് മാറ്റി 11 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഭാഗത്തിലേക്കാണ് കണ്ണ് വെക്കേണ്ടത് അത് കാണാൻ തുടങ്ങുള്ളൂ. മനസ്സിലാട്ടോ? അപ്പൊ അതുകൊണ്ട് അതിന് ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് മാറിയ ഉടനെ പെട്ടെന്ന് മാറ്റാൻ കഴിയാത്ത ആ ഒരവസ്ഥ എന്ന് വെച്ചാൽ കഴിവ് കേടാണത്. ആ കഴിവ് കേടുകൊണ്ടാണ് നമുക്ക് ജീവിതം അനുഭവിക്കാനുള്ള കഴിവുണ്ടാകുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ കഴിവുകേടാണ് കഴിവായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അത് തന്നെയാണ് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കഴിവുകേടുകളാണ് നമുക്ക് അറിവ് എന്ന് പറയുന്ന കഴിവുണ്ടാക്കി തരുന്നത്. ഞാൻ പണ്ടും പറയാറുണ്ട്, ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിൻ ഹോൾ ക്യാമറ, മലയാളത്തിൽ സുഷിര ക്യാമറ, ഒരു സുഷിരം എങ്ങനെയാണ്? അത് പിന്ന് കൊണ്ടിടണ പിൻ ഹോളാണ്. ഒരു പിന്ന് കൊണ്ടിടണ അത്ര ചെറിയ ഒരു ദ്വാരം ഇട്ടിട്ട് ഒരു കൂടിൽ എടുത്തിട്ട് ഒരു വശത്ത് ഓയിൽ പേപ്പർ ഒട്ടിച്ചിട്ട് മറുവശത്ത് ഒരു പിൻ ഹോൾ ഇടുമ്പോഴാണ് അത് നമ്മൾ ഒരു ഇരുട്ട് മുറിയിലിടുന്ന് പുറത്ത് വെളിച്ചത്തിലേക്ക് കാണിക്കുകയാണെങ്കിൽ പുറത്തുള്ള അവിടെയുള്ള മരങ്ങളും അതുമൊക്കെ ഇവിടെ നമ്മൾ ഇതിനകത്ത് ഇമേജ് ആയിട്ട് കാണും. എന്ന് പറഞ്ഞാൽ ആ പിൻ ഹോള് പിന്നിനേക്കാൾ വലുതായിട്ട് വലിയ ഒരു പീസ് അങ്ങോട്ട് കട്ട് ചെയ്തിരിഞ്ഞ് വലിയൊരു ദ്വാരമാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇമേജ് കിട്ടുകയില്ല. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു ഹോള്, എന്നാൽ ആ ഹോള് ഇല്ലാതിരുന്നാലും കാണുകയില്ല. ആ ഹോള് വലുതായാലും കാണുകയില്ല. ഒരു പിൻ ഹോള് പോലെ വരുമ്പോൾ അതിസൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അവിടെ ആ പുറവകാകെ അടയ്ക്കാതെ മുഴുവൻ പ്രകാശം വീണു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഇമേജും കാണാൻ പറ്റുകയില്ല. പക്ഷെ മുഴുവൻ അടച്ചിട്ട് ഒരു പിൻ ഹോളിൽ കൂടി കടത്തിവിടുമ്പോൾ
നമുക്കിവിടെ ഇമേജ് കിട്ടും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ഇമേജ് കിട്ടിയത്? പൂർണ്ണമായിട്ടുള്ള പ്രകാശം വീഴുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അറിവിൽ ഒരറിവും ഇല്ല. പ്രകാശം പൂർണ്ണമായിട്ട് വന്നാൽ അറിവൊന്നും ഉണ്ടാവില്ല. പ്രകാശത്തെ എത്ര ഭാഗത്തിലൊന്നായിട്ട് കുറയ്ക്കണം? അത് വളരെ 1000-ലൊന്നോ 10,000-ലൊന്നോ ഒക്കെ ആയിട്ട് കുറയ്ക്കുകയാണ് അറിവ്. അപ്പോഴാണ് ഇവിടെ ഒരു ഇമേജ്, പുറത്ത് കാണുന്ന മരത്തിന്റെ ഇമേജ് ഇവിടെ വന്ന് വീഴുന്നത്. അപ്പോൾ അത്രയും 1000-ലോ 10,000-ലോ ഒന്നായിട്ട് കുറച്ചു അറിവിനെ. അപ്പോഴാണ് ഇവിടെ അവിടെ ഒരു കാര്യമുള്ളതിന്റെ അറിവ് ഇവിടെ കിട്ടിയത്. മനസ്സിലാണ്ടോ? അപ്പോൾ നമ്മൾ ഈ വ്യാവഹാരികമായിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ടുള്ള, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള, എങ്ങനെ പറഞ്ഞാലും ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതമാകുക, ഇന്ദ്രിയങ്ങൾക്ക് ഭൂതമാകുക. ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചാണ് ഉണ്ടാകുന്നത്. ആ ഇന്ദ്രിയങ്ങളുടെ കഴിവ് എത്രയാകുമ്പോഴാണ് ഇതുണ്ടാകുന്നതായിട്ട് തോന്നുന്നത്? അനന്തതയിൽ ഒരംശമായിട്ട് മാത്രമേ കാഴ്ചയാണെങ്കിലും ഉണ്ടാകാവുള്ളൂ. അപ്പോഴേ നമുക്കൊരു കാര്യം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു രൂപം കാണണമെങ്കിൽ, ആ രൂപം നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ കണ്ണിന്റെ കഴിവ് അനന്തതയിലൊന്നാകണം. അപ്പോഴാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്യണമെന്നർത്ഥം. അതുപോലെ തന്നെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കുറച്ചുകൂടി നേരത്തെ. അപ്പൊ അനന്തതയിലൊന്നായിട്ട് നമ്മളുടെ ചുരുങ്ങുമ്പോഴാണ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യത്തെ കാണുന്നത്. അപ്പോൾ ഉള്ള കാര്യമാണോ കാണുന്നത്? അല്ല. എന്നുവെച്ചാൽ അനന്തമായിട്ടുള്ള സാധനത്തിനെ നമ്മൾ അനന്തതയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തപ്പോഴാണ് നമുക്കൊരു രൂപം കിട്ടിയത് എന്നർത്ഥം. കടല് കാണാൻ പോയിട്ട് വരുമ്പോൾ ഒരു കുപ്പിയിൽ അത് എടുത്തുകൊണ്ട് വന്ന് കൊച്ചിനെ കാണിക്കുന്നു, ഇതാണ് കടല്. അത് കടലുമായിട്ട് ഒരു ബന്ധവും ഉപ്പുവെള്ളത്തിനെ അല്ല നമ്മൾ കടല് എന്ന് പറയുന്നത്. ആ കടലും ഈ കുപ്പിയിലെ വെള്ളവും തമ്മിലുള്ള ബന്ധം ഒന്നുമില്ല. അത് കടല് കാണുക വേണ്ട, എവിടെ നിന്ന് ഉപ്പുകലക്കി ഉപ്പുവെള്ളം ഉണ്ടാക്കാം. അപ്പൊ അത് കടലാണ് എന്ന് പറഞ്ഞ, കടൽ എന്ന് പറയുന്നത് വേറൊരു ഭാവമാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം ഒരു ഭാഗമാണ്. അതെങ്ങനെയായിരിക്കും? അതൊരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെ നമ്മൾ അനുഭവമാക്കുന്നത് എപ്പോഴാണ്? അതിൽ വേറെ അതുപോലെ കിട്ടിയ സ്ട്രക്ചറുകളൊക്കെ ചേർത്ത് നമ്മൾ അതിനെ ഒന്ന് പ്രവർത്തിപ്പിക്കും. പ്രവർത്തിപ്പിക്കുന്ന പറഞ്ഞാൽ ഇത് അതുമായിട്ട് ചേർന്ന് അതുമായിട്ട് പല മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഈ മിക്സിങ് നടക്കണത്? എങ്ങനെയാണ് മിക്സറായിട്ട് ആക്ട് ചെയ്യുന്നത്? എന്താണ്? നമ്മളുടെ പൂർവാർജിത സംസ്കാരമാണ്. പൂർവാർജിത സംസ്കാരം കൊണ്ട് ഈ അപ്പോൾ ശേഖരിക്കുന്ന ഈ ഇന്ദ്രിയങ്ങളുടെ വഴിക്ക് അപ്പോൾ സ്വീകരിച്ചു വരുന്ന ഈ 5 അനുഭവങ്ങളെയും മിക്സ് ചെയ്ത് നമ്മൾ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ റേഷ്യോ എങ്ങനെയാണ് റേഷ്യോ തീരുമാനിക്കുന്നത്? ആ ഉള്ളിൽ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിലൂടെ കെട്ടിപ്പടുത്തു വച്ചിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിനനുസരിച്ച് കാഴ്ചയെയും കേൾവിയെയും ഗ്രന്ഥത്തെയും ഒക്കെ നമ്മൾ ആ സംസ്കാരം അനുസരിച്ചുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോഴുള്ള പ്രവർത്തനം കൊണ്ട് അവിടെ ഒരു ചലനാത്മകത, അപ്രവർത്തനം കൊണ്ടാണ് അവിടെ മൂവിയായിട്ട് മാറുന്നു. പിന്നെന്താണ്? അത് നന്മതിന്മകളായിട്ട് മാറുന്നു. നന്മതിന്മകളായിട്ട് മാറുന്നത് എവിടെയാണ്? നമ്മളുടെ സംസ്കാരം ആണ് നന്മതിന്മകളെ തീരുമാനിക്കുന്നത്. സംസ്കാരത്തിന് അനുയോജ്യമായിട്ട് ചെല്ലുന്നത് നന്മ എന്ന് പറയും, സംസ്കാരത്തിനെതിരായിട്ട് ചെല്ലുന്നത് തിന്മ എന്ന് പറയും. അല്ലാണ്ട് ഈ നമ്മൾ ഇന്ദ്രിയങ്ങളല്ല തീരുമാനിക്കണം നന്മതിന്മകള്. നമ്മൾ പുറത്തുള്ള വേറെ വല്ല അവസ്ഥ അതുമല്ല തീരുമാനിക്കണത്. നന്മതിന്മകൾ തീരുമാനിക്കുന്നത് നമ്മളുടെ അതുവരെയുള്ള ആർജിതമായിട്ടുള്ള അവസ്ഥകളുടെ കോംപ്രമൈസായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ സംസ്കാരമാണ് തീരുമാനിക്കുക. അതുകൊണ്ട് ഒരു ദേശത്തില്, ഒരു കുടുംബത്തില്, ഒരു ഗ്രാമത്തില്, ഒരു ദേശത്തില്, ഒരു രാഷ്ട്രത്തില്
ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, കുറച്ചുകൂടി വലിയ കാലഘട്ടത്തിൽ, പിന്നെ വലിയ കാലഘട്ടത്തിൽ, ഇങ്ങനെ ഈ ഓരോ അവസ്ഥകളെ സംബന്ധിച്ച് ഈ സംസ്കാരം എന്ന് പറയുന്നത് മാറി 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 മാറിക്കൊണ്ടിരിക്കും. മനസ്സിലാണ്ട? ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും സംസ്കാരങ്ങളുടെ ഒരു ആകത്തുകയായിരിക്കും. സംസ്ഥാനങ്ങളുടെ സംസ്കാരം അതിൻ്റെതായിട്ടുള്ള ആ ഏരിയയ്ക്കനുസരിച്ച് കോംപ്രമൈസ്, അത് വേറൊരു സംസ്കാരം. അതിനകത്തുള്ള ഓരോരോ ദേശങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സംസ്കാരം, അതിനകത്ത് തന്നെയുള്ള ഓരോ കുടുംബങ്ങൾക്കും അവരുടേതായിട്ടുള്ള സംസ്കാരം, ആ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരം. ഇങ്ങനെയാണ് സംസ്കാരം മാറിക്കൊണ്ടിരിക്കുക. എന്നാലും എന്തായിരിക്കും, ഒരു ദേശത്തിന്റെ സംസ്കാരത്തിനുള്ളിൽ മാത്രമേ ഈ സംസ്ഥാനങ്ങളുടെ സംസ്കാരം നിലനിൽക്കുകയുള്ളൂ. അത് എന്ന് വെച്ചാൽ അതെല്ലാം കൂടിയതാണ് രാഷ്ട്രത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞത്. അതുപോലെ ഇതിനകത്തകത്തായിട്ട് വരുന്നതായിട്ട് മാറും. എന്ന് വെച്ചാൽ ഇതിന്റെ റിസൾട്ടന്റ് ആണ് അത് എന്നുള്ളത് കൊണ്ട്. പിന്നെ കാലം അത് തന്നെ. 100 കൊല്ലത്തിന് മുമ്പുള്ള സംസ്കാരമല്ല ഇപ്പോഴത്തെ സംസ്കാരം, 1000 കൊല്ലത്തിന് മുമ്പുള്ള സംസ്കാരമല്ല ഇപ്പോഴത്തെ സംസ്കാരം. പക്ഷേ ഇപ്പോഴത്തെ സംസ്കാരവും 10 കൊല്ലത്തെയും 20 കൊല്ലത്തെയും 100 കൊല്ലത്തെയും 1000 കൊല്ലത്തെയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു, എന്നുവെച്ചാൽ അതിനകത്ത് നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ആ സംസ്കാരം നമ്മുടെ സംസ്കാരമാണെന്ന് ആ കൾച്ചറിനെ എടുത്തു നോക്കുമ്പോൾ, ആ ഏൻഷ്യന്റ് കൾച്ചറിനെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളുടെ ആ പൂർവ്വ സംസ്കാരത്തെ പറ്റിയും ഇപ്പോഴത്തെ സംസ്കാരത്തെ പറ്റിയും നമ്മളുടെ ദേശ സംസ്കാരത്തെ പറ്റിയും കുടുംബ സംസ്കാരത്തെ പറ്റിയും വ്യക്തി സംസ്കാരത്തെ പറ്റിയും ഒക്കെ നമുക്ക് അഭിമാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംവദിക്കുമ്പോൾ ഒരു സംസ്കാരം, 2 സംസ്ഥാനങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു സംസ്കാരമാണ് തമ്മിൽ ചർച്ചകൾ നടത്തുന്നത്. കുടുംബങ്ങൾ തമ്മിലാകുമ്പോൾ അങ്ങനെയാണ് ഒരു ചർച്ച, വ്യക്തികൾ തമ്മിലാണെങ്കിൽ അങ്ങനെ ആ രീതിയിലായിരിക്കും ചർച്ച. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് അതത് കോണ്ടക്സ്റ്റിനനുസരിച്ച്, അതത് സമയമനുസരിച്ച്, എന്ന് പറഞ്ഞാൽ ദേശകാല വൈയക്തികമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് സംസ്കാരം. എന്നാൽ എല്ലാത്തിനും ഏത് വരെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് ആ സംസ്കാരം. നമ്മൾ ഓരോ കോണ്ടക്സ്റ്റിൽ വർത്താനം പറയുമ്പോൾ അതാണ് ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്, അതിനനുസരിച്ച് നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. മനസ്സിലാണ്ടോ? അപ്പോഴാണ് കേരളത്തിന്റെ സംസ്കാരം നമുക്ക് നിലനിർത്തണം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. ഇത് നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ സംസ്കാരത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ പ്രായോഗിക തലത്തിലേക്ക് എങ്ങനെയാണ് സംസ്കാരങ്ങൾ മാറുന്നത്? കാലാനുസൃതമായിട്ട് നമുക്ക് ആരോടൊക്കെ സമ്മതിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ, സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോഴുള്ള സംസ്കാരമല്ല കുറച്ചു നാൾ പഠിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നത്. അത് വീണ്ടും പഠിക്കാൻ പോകുമ്പോഴുള്ള ആ നിലവിലുള്ള സംസ്കാരമല്ല, കുറെ കൂടി വിദ്യാഭ്യാസം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള കൂടുതലായിട്ടുള്ള ഡേറ്റകൾ കയറി വരുംതോറും നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളില് ആ സംസ്കാരത്തിന് ഇവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തികൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ദേശത്തിന്റെ സംസ്കാരത്തിന് മാറ്റം വരും. ആ ദേശത്തിന്റെ സംസ്കാരത്തിന് മാറ്റം വരുമ്പോൾ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന് മാറ്റം വരും. അങ്ങനെ ഇത് വളരെ ഗ്രാജുവലായിട്ടും എന്നാൽ വളരെ സ്മൂത്തായിട്ടും പോകേണ്ടതായിട്ടുള്ള ഒന്നാണ്. ആ സംസ്കാരത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമുക്ക് സമാധാനപൂർവവും സന്തോഷകരവുമായിട്ടുള്ള ജീവിതം ഉണ്ടാക്കുക എന്നുള്ള. അവിടെ കയറി അനാവശ്യമായിട്ടുള്ള അയുക്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ബഹളമുണ്ടാക്കുകയോ വിപ്ലവം ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. എന്താ കാര്യം? വിപ്ലവം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും എന്താണ്, ഇത് ഗ്രാജുവലായിട്ട് അങ്ങനെ ഇവോൾവ് ചെയ്തു വരേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട്, വിപ്ലവം എന്ന് പറഞ്ഞൊരു കൊലപാതകം വരികയാണ്, കുറെ പേരെ അടിച്ചമർത്തിക്കൊണ്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംസ്കാരമായിട്ട് മാറും. അത് ഉണ്ടാകാൻ പാടില്ല, അത് ശരിയല്ല. എന്താണെങ്കിലും ഇത് ഇവോൾവ് ചെയ്തു വരുമ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പൻസ് ആയിരിക്കും. അതാണ്
ലോക സമസ്ത സുഖിനോ ഭവന്തു. അതുകൊണ്ടാണ് ആര് വന്നാലും ഭാരതീയ സംസ്കാരത്തിൽ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഒരു ശരിക്കെല്ലാവരെയും സ്വീകരിക്കുന്ന വിധത്തിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സംസ്കാരം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇത്രയും മതി. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ, നമഃ ശിവായ.